വോട്ടിനായി DMK ആളുകളെ വിഭജിക്കുന്നുവെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തിന് മറുപടിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. യോഗി വിദ്വേഷ പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇരുണ്ട ഹാസ്യമാണ്. തമിഴ്നാടിന്റേത് അന്തസ്സിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം അതിനെതിരെ തമിഴ്നാട് DMKയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടത്തുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ വിമർശനം എന്താണ്? MK സ്റ്റാലിന്റെ മറുപടി? അനുജ, യോഗി ആദിത്യനാഥ് കടുത്ത ഭാഷയിലാണ് സ്റ്റാലിനെ വിമർശിച്ചത്. അതായത് ഇത്തരത്തിൽ വിഭജിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിനെ ഭരിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. അത് നോർത്ത് എന്നോ സൗത്ത് എന്നോ ഉള്ള ഒരു വിഭജനം നടത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിനെ വിഭജിച്ചുകൊണ്ട് ഭരണം നടത്താൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള രീതിയിലായിരുന്നു യോഗി ആദിത്യനാഥ് കടുത്ത ഭാഷയിൽ MK സ്റ്റാലിനെ വിമർശിച്ചത്. അത് ഈ ത്രിഭാഷ നയവുമായി ബന്ധപ്പെട്ടുള്ള തമിഴ്നാടിന്റെ എതിർപ്പായിരുന്നു ഇത്തരത്തിൽ ഒരു വിമർശനത്തിലേക്ക് നയിച്ചതും. അപ്പോൾ അതിന് കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിൻ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഈ വെറുപ്പിനെ സംബന്ധിച്ചോ വിദ്വേഷത്തെ സംബന്ധിച്ചോ ഈ യോഗി ആദിത്യനാഥ് തങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ക്ലാസ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും ആവശ്യമില്ല. അപ്പോൾ അതൊരു ഐറണി ആയിട്ടാണ് തോന്നുന്നത്, അത്തരത്തിലൊരു കാര്യമായിട്ടാണ് അത് തോന്നുന്നത്. തങ്ങൾ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. ഒപ്പം തന്നെ തമിഴ്നാട് ജനതയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ അന്തസ്സത്തേക്കും വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് DMK. ഒപ്പം തന്നെ ഈ സർക്കാർ എക്കാലവും അതിനൊപ്പം നിലകൊള്ളും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പോര് അത് ഒരു രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള വാക്പോര് കൂടിയായി മാറിയിരിക്കുന്നു. അതും BJPയുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും ഒപ്പം തന്നെ സ്റ്റാലിനുമായി അത് എക്സിലൊരു വാക്പോര് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടിയുമായി യോഗി ആദിത്യനാഥ് എത്തുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. അനുജ.